എപ്പോഴും വുളു ഉണ്ടായിരിക്കുക ദിവസം മുഴുവൻ. ഡ്രൈവർമാർ പ്രത്യേകിച്ച് ചെയ്യണം. വണ്ടി ഓടിക്കുന്ന മുഴുവൻ ആളുകളും എന്ത് ചെയ്യണം? ഡ്രൈവിംഗ് സീറ്റിലേക്ക് ഇരുന്നാൽ ബൈക്ക് ഓടിക്കുന്നവരാ വുളു ചെയ്യാതെ പോകല്ലേ. ആയിരക്കണക്കിന് മരണത്തിന്റെ സാധ്യതയുടെ മുമ്പിലൂടെയാ നമ്മുടെ റോഡുകളൊക്കെ പോണത്. നമ്മുടെ റോഡുകളൊക്കെ എന്താ പോക്കെന്നറിയോ? മരിച്ചു മയ്യത്ത് വീട്ടിലേക്ക് വരാൻ, ബസ്സിന്റെ ഇടയിലൂടെ പോവാൻ, ഓട്ടോറിക്ഷക്കാരുടെ ഇടയിലൂടെ പോവാൻ, വാഹനം ഓടിക്കുന്ന മുഴുവൻ ആളുകൾക്ക് റോട്ടിലിറങ്ങിയ തിരക്കാണ്, പേടിപ്പിക്കുന്ന ഓട്ടങ്ങളാണ്. ഒരാൾക്കും മറ്റൊരാളെ പേടിപ്പിക്കാൻ പാടില്ലെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇസ്ലാമിന്റെ ട്രാഫിക് നിയമമാണ്. ആരും ആരെയും പേടിപ്പിക്കുന്ന രീതി വണ്ടി ഓട്ടരുത്. മിഅ്റാജിന്റെ രാവിൽ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധ സ്വർഗ്ഗം കണ്ട് തിരിച്ചു വന്നപ്പോ, യാ ബിലാൽ ഇബ്നു റബാഹ്, ഞാൻ അവിടെ ഒരു കാലൊച്ച കേട്ടു എന്റെ പിന്നിൽ. ഫസമിഅതു ഖസ്ഫതൻ, ഞാനൊരു കാലൊച്ച കേട്ടു. ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ അത് ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു. മദീനയിൽ അന്ന് ജീവിച്ചിരിപ്പുണ്ട് ബിലാൽ റളിയല്ലാഹു അൻഹു. ബിലാൽ തങ്ങളെ നിങ്ങളെ സ്വർഗത്തിൽ ഞാൻ കണ്ടു. സ്വഹാബികളൊക്കെ ചോദിച്ചു, ബിലാൽ, നിങ്ങൾ സ്വർഗത്തിലെത്താൻ ഞങ്ങളാരും ചെയ്യാത്ത ഏത് കർമ്മമാണ് ബിലാൽ എന്നവരെ നിങ്ങളുടെ കൂടെയുള്ളത്? എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? ഞങ്ങളൊന്നും കാണാത്തത്, ഞങ്ങൾക്കറിയാത്തത്. നിങ്ങളെ മാത്രം സ്വർഗത്തിലേക്ക് എത്തിച്ച ആ പുണ്യകർമ്മം എന്താണ് ബിലാൽ? മഹാനായ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഒന്നുമില്ല, ഞാൻ എപ്പോഴും വുളു കൊടുക്കും. വുളു എടുത്തു കഴിഞ്ഞാൽ 2 റക്അത്ത് സുന്നത്തുണ്ടല്ലോ, ആ സുന്നത്ത് നിസ്കാരം എപ്പോഴും. വുളു മുറിഞ്ഞോ, ബാത്റൂം പോയോ, വേഗം വുളു എടുത്ത് വരാ. സോക്സമ്മ തടവേ വുളു ശരിയാവൂലേ? പൊന്നാര ഉമ്മനീങ്ങളെ, ഹുഫമ്മ തടവാൻ പറ്റും, സോക്സ് ഹുഫയല്ല. ഖുർആന്റെ നിയമമാണത്. അപ്പൊ രാവിലെ നേരം വെളുത്തു, ദുഹ നിസ്കരിച്ചു, വുളുവോടുകൂടെ പോവാൻ. അപ്പൊ നാസ്ത കഴിച്ചിട്ടല്ലേ പോകാൻ പറ്റുള്ളൂ, ചായ കുടിക്കണ്ടേ? ഇവിടെ എല്ലാ നാട്ടിലും നമ്മളൊക്കെ ഭക്ഷണം കഴിക്കുമല്ലോ. ഭക്ഷണം വലിയൊരു വിഷയമാണ്, മനസ്സിലാക്കേണ്ട വിഷയമാണ്. കുലൂ മിനത്വയ്യിബാതി വഅമലൂ സ്വാലിഹാ, നിങ്ങൾ ത്വയ്യിബാത്തെ തിന്നാവൂ, നന്മയെ നിങ്ങൾ പ്രവർത്തിക്കാവൂ എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു ജല്ല ജലാലു പഠിപ്പിക്കുകയാണ്. കുലൂ മിനത്വയ്യിബാത്, ഹലാല് മാത്രമല്ല, നിങ്ങൾക്ക് ഉപകാരമുള്ളത്, ജങ്ക് ഫുഡ് അല്ല, നിങ്ങൾക്ക് എനർജി നൽകുന്നത്, നിങ്ങൾക്ക് ശരീരത്തിന് പോഷണം നൽകുന്ന ഭക്ഷണം ഹലാലിൽ നിങ്ങൾ ഭക്ഷിക്കണേ. വഅമലൂ സ്വാലിഹ, എന്നിട്ട് നിങ്ങൾക്ക് സൽക്കർമ്മം ചെയ്യാം. അപ്പൊ സൽക്കർമ്മം ചെയ്യണമെങ്കിൽ നമ്മുടെ ഫുഡ് ഹലാലായിരിക്കണം. നമ്മൾ കഴിക്കുന്ന ഫുഡ് ഹലാലായെങ്കിലേ കർമ്മങ്ങൾ നന്നാവുള്ളൂ. ഞാൻ അറിഞ്ഞിട്ടുണ്ട്, സൽക്കാരൊക്കെ വരുമ്പോഴേക്കും വീട്ടിലെ സ്വർണം കൊണ്ടുപോയി ബാങ്കിൽ പണയപ്പെടുത്തിയിട്ട് കല്യാണവും സൽക്കാരം നടത്തുന്ന പുരക്കാരുണ്ടോ? പൊന്നു മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, പലിശയുടെ ഏർപ്പാട് ഹറാമാണ്. എന്തിനും പലിശ, എന്തിനും പലിശ. എങ്ങനെയാ നാട്ടിൽ ബർക്കത്തുണ്ടാവുക? എങ്ങനെയാ നാട്ടിലെ ഭക്ഷണം ത്വയ്യിബാവുക? നമ്മളൊക്കെ ചെന്ന് കഴിക്കുന്നുണ്ട്, എന്താണ് എന്റെ ഹാലെന്ന് അല്ലാഹു അലം. പലിശയുടെ ബാങ്ക് ജോലികൾ, പലിശയുമായി ബന്ധപ്പെട്ട ജോലികൾ, പണയം വെക്കുന്നത് കുറ്റകരമല്ലേ, ഹറാമല്ലേ? നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം ഹലാലാണെങ്കിൽ മാത്രമേ നിങ്ങളുടെ കർമ്മങ്ങൾ നന്നാവുകയുള്ളൂ. കുലൂ മിനത്വയ്യിബാത്, അല്ലാഹു ഹലാലാക്കിയത് തിന്നാ മതി, ഇല്ലെങ്കിൽ പട്ടിണി കിടക്കലാ നല്ലത്. അല്ലാഹു നമ്മെ സഹായിക്കട്ടെ. അഫല്ലാഹു അമ്മാ സലഫ്, കഴിഞ്ഞു പോയതൊക്കെ അല്ലാഹു പുറത്തു തരട്ടെ. അഫല്ലാഹു അമ്മാ സലഫ്, കഴിഞ്ഞ കാലത്ത് വിവരമില്ലാതെ ബോധമില്ലാതെ ലോൺ എടുത്തിട്ടുണ്ട്, പലിശ ഉപയോഗിച്ചിട്ടുണ്ട്, അല്ലാഹു പുറത്തു തരട്ടെ. കരഞ്ഞ് തൗബ ചെയ്ത് മടങ്ങിക്കോളി. അല്ലാഹുവിനോടും റസൂലിനോടും ചെയ്ത